തിരുവനന്തപുരത്ത് ചെമ്പഴന്തി എന്ന സ്ഥലത്തിന് അടുത്ത് കല്ലടിച്ചോള എന്ന സ്ഥലത്താണ് ഇപ്പം നമ്മൾ താമസിക്കുന്നത്. ഒരു 30 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ സാഹചര്യം അനുസരിച്ചിട്ട് ഏകദേശം ഒരു 900 സ്ക്വയർ ഫീറ്റിനകത്തുള്ള വീട് പണി ചെയ്യും. അല്പം കുഴിയിലായതുകൊണ്ട് ഞങ്ങൾക്ക് റോഡിൽ നിന്ന് ഒരു കുറഞ്ഞത് 22 സ്റ്റെപ്പ് ഇറങ്ങിയാൽ മാത്രമേ ഞങ്ങളുടെ വീട്ടുമുറ്റത്തെത്താൻ കഴിഞ്ഞിരുന്നു. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് ഈ 30 വർഷം നമ്മൾ ജീവിച്ചുവെങ്കിലും വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഒരു വാഹനം പോലും നമ്മുടെ വീട്ടുമുറ്റത്തെത്താൻ കഴിയാതെ സ്റ്റെപ്പ് കയറി വേണം. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിച്ചത്. ഈ വീടിന്റെ റിനോവേഷനെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമുക്ക് നേരിട്ട് ഒരു കോൺട്രാക്ടറിന്റെ പരിചയമില്ല. കാരണം ഞാൻ ദുബായിലാണ്, ഫാമിലി ആയിട്ട് അവിടെയാണ്. അപ്പം ഇവിടെ വന്ന് വീടിന്റെ പണികൾ ചെയ്യിപ്പിക്കാനായിട്ട് അച്ഛനും അമ്മയും ഏജ്ഡ് ആണ്, പ്രായമായാണ്, അവർക്ക് അവരുടേതായ അസുഖങ്ങളും ബുദ്ധിമുട്ടും ഉണ്ട്. ആരെങ്കിലും ഒരാളെ വിശ്വസിച്ച് നമുക്ക് ഈ വീട് ഏൽപ്പിച്ചിട്ട് വേണം ആ പണി സ്റ്റാർട്ട് ചെയ്യാനായിരുന്നത്. അപ്പൊ നമുക്ക് എല്ലാവരുടെയും പോലെ നമുക്കും ഉണ്ടാവും സ്വപ്നങ്ങളൊക്കെ, വീട് എങ്ങനെ വേണം എന്നുള്ളത്. എന്നാൽ ഒരുപാട് ആഡംബരം ഇല്ലാതെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ഒരു വീട്. നമ്മൾ ഒരുപാട് കോൺട്രാക്ടേഴ്സിനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരിവിടെ വരും, അവർ വന്ന് വീടിന്റെ ആ ഒരു ഘടന കാണും. അപ്പൊ എല്ലാരും ചെയ്യുന്ന പോലെ താഴ്ചയിലിരിക്കുന്ന ഒരു വീടിന് മുകളിൽ അവരൊരു റാമ്പ് കെട്ടി അങ്ങനെ ചെയ്യാന്നൊക്കെ ആയിരുന്നു അവര് വന്ന് പറയും. അപ്പോൾ ഈ വരുന്ന കോൺട്രാക്ടേഴ്സ് എല്ലാം എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ട് അവരെ കൊണ്ട് അത് സ്യൂട്ട് ആവുന്നില്ല, അവരെ കൊണ്ട് പറ്റില്ല എന്നുള്ള രീതിയിൽ അവരത് ഉപേക്ഷിച്ചിട്ട് പോകുന്നതായിരുന്നു കണ്ടത്. ഒരു തവണ ഇതുപോലെ മനോരമ ഓൺലൈൻ പങ്ക്തിയിൽ കൂടെയാണ് വിനായക ആർക്കിടെക്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്ഥാപനത്തിനെ കുറിച്ച് അറിയുന്നത്. വിനായക ഹോംസിന്റെ ഓണറാണ് ലജുവിനെ കോൺടാക്ട് ചെയ്യുന്നത്. ലജു വന്ന് ഫസ്റ്റ് കാണുമ്പോൾ തന്നെ പറഞ്ഞത് ഓക്കെ ഞങ്ങൾ ഈ പ്രോജക്റ്റ് ടേക്ക് ഓവർ ചെയ്യാമെന്നാണ് പറഞ്ഞത്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവാണ്. കാരണം ഒരാൾ അത് ചെയ്യാമെന്ന്, അപ്പം നമുക്ക് ഇതിന്റെ 3D ഇമേജ് ഒന്നും ഞങ്ങളുടെ കയ്യിലില്ല, ഈ വീട് എങ്ങനെ വരും എന്നും ഞങ്ങൾക്ക് അറിയില്ല. പക്ഷേ ഞങ്ങളത് ടേക്ക് ഓവർ ചെയ്യാമെന്ന് അവർ പറഞ്ഞ ആ ഒരു ഒറ്റ വിശ്വാസത്തിൽ രണ്ടുപേരും ഫോണിൽ കൂടെ പറയുന്നത് ഞങ്ങൾ പ്രൊസീഡ് ചെയ്യാമെന്നായിരുന്നു. ലജു എന്ന് പറഞ്ഞ ആ വ്യക്തിയെ വിശ്വസിച്ചു, ഞാൻ ആ പ്രോജക്റ്റ് ഏൽപ്പിച്ചു. ഹൗസ് വാമിങ്ങിന് വരുന്നവരെ സത്യം പറഞ്ഞാൽ ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടായിരുന്നു അത് ചെയ്തിട്ടുണ്ടായിരുന്നത് ലാസ്റ്റ് വരെ. പിന്നെ ഞാൻ പരിചയപ്പെടുന്ന ആളാണ് RR ആർക്കിടെക്റ്റിലെ മിസ്റ്റർ രോഹിത് റോയ്. ഈ വീട് എങ്ങനെ വേണം എന്നുള്ളതും ഈ ഒരു ടെറൈൻ അനുസരിച്ചിട്ട് ഈ വീട് എങ്ങനെ വേണം എന്നുള്ളതിന്റെ ഫുൾ ഡിസൈനിങ്, ഫുൾ ആർക്കിടെക്ട് വർക്കും അതെല്ലാം ഫൈനലി രോഹിത്തിന്റെ ഒരു ഹാറ്റ്സ് ഓഫ് തന്നെയാണ് പറയേണ്ടത്. രോഹിത്തിന് അത് അത്രയും ചെയ്തെടുത്തതിന്റെ വൺ മാൻ ഷോ എന്ന് പറയാനായിട്ട് നമുക്ക് പറ്റുന്നത്. പ്രോജക്റ്റ് തുടങ്ങിക്കഴിഞ്ഞ സമയം മുതൽ നമുക്കൊരു ഏരിയ സൂപ്പർവൈസർ ആയിട്ട് നിന്നത് ബിജു, വിനായക ഹോംസിലെ ലജു ആണെങ്കിൽ പോലും എനിക്ക് ഫുള്ളി കോൺടാക്ട് ചെയ്യാൻ പറ്റിയിരുന്നത് ബിജു എന്ന് പറയുന്ന അതിന്റെ സൂപ്പർവൈസറിനെയാണ്. ഓരോ തവണ ഞാൻ വിളിക്കുമ്പം ഓരോ ഏരിയ ഫിനിഷ് ആകുമ്പോഴും നമ്മൾ മച്ച് മോർ എക്സൈറ്റഡ് ആണ്, ഇനി എന്താണ് അങ്ങനെ നമുക്കൊരു ധൈര്യം തരിക എന്ന് പറഞ്ഞാൽ അത് ബിജു തന്നെയായിരുന്നു അതിന്റെ ഒരു സൈറ്റ് സൂപ്പർവൈസർ ആയിട്ട് നിന്നിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ കോൺടാക്ട് ചെയ്തിരിക്കുന്ന ഈ 3 പേരെയാണ്, ലജുവിനെയും രോഹിത്തിനെയും ബിജുവിനെയും. ഇവർ 3 പേരുമാണ് അവരുടെ സ്വന്തം ഒരു പ്രോജക്റ്റ് പോലെ എടുത്തിട്ട് ഇതിന്റെ ഒരു കംപ്ലീഷന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ഒപ്പം നിന്നിട്ടുള്ളത്. ഈ വീട് വച്ച് കഴിഞ്ഞപ്പോൾ മെയിൻലി നോക്കുന്നതെന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയാണ് ഇവിടെ താമസിക്കുന്നത്. പ്രായമായ അവരുടെ റിട്ടയർമെന്റ് ലൈഫാണ്. അപ്പോൾ നമ്മൾ വീടിന്റെ ഒരു പളവളപ്പോ അല്ലെങ്കിൽ വീടിന്റെ ഒരു ഭംഗിയോ കാലും കൂടുതൽ വന്ന് കാണുന്ന ഒരു ഗസ്റ്റ് കാണുമ്പോൾ ഉള്ള ഭംഗിയെക്കാട്ടിയും കൂടുതൽ നമ്മൾ നോക്കിയത് അവരുടെ സൗകര്യം, അവർക്ക് ഹാപ്പി ആയിട്ട് ഈ വീട്ടിൽ നിൽക്കാൻ പറ്റണം എല്ലാ ഫെസിലിറ്റിയോടും കൂടി. അപ്പം അങ്ങനെ നോക്കിയിട്ടാണ് ഈ വീട് നമ്മൾ കംപ്ലീറ്റ്ലി ഫൈനലി ഒരു എക്സിക്യൂഷൻ ആയിട്ട് വന്നത്. അതുപോലെ തന്നെ അവർ എക്സിക്യൂട്ട് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ മുകളിൽ ഒരു മെയിൻ റോഡാണ്. ആ റോഡിൽ എന്ത് നടക്കുന്നു, ആര് പോകുന്നു എന്ന് പോലും നമുക്ക് ആ ഇത്രയും താഴ്ന്ന സ്ഥലത്ത് നിന്ന് കാണാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷെ ഇന്ന് ഈ ഒരു മാറ്റം വരുത്തി ഇത്രയും നല്ലൊരു സ്ട്രക്ചർ ഉണ്ടാക്കിയപ്പോൾ അതിനെ നിലനിർത്തിക്കൊണ്ട് തന്നെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ആ സ്റ്റെപ്പിനെ കർവ് രൂപത്തിൽ ഇങ്ങനെ വളച്ച് അത് നമുക്ക് താഴെ പോകാൻ കഴിയും. താഴെ ഒന്ന് നമുക്ക് പോകണമെന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങാതെ തന്നെ സാധാരണ ഒരു 2 ഫ്ലോറിലുള്ള ഒരു വീട്ടിൽ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങുന്നത് പോലെ ഞങ്ങൾ 2 പേരും പ്രതീക്ഷിച്ചില്ല. ഇത്രയും ആ സ്ഥലത്ത് നമ്മൾ ആദ്യം സ്ഥാപിച്ച അതേ സ്ഥലത്ത്
അതേ ബേസിൽ നമുക്ക് വീണ്ടും അവിടെ തന്നെ ഇത്രയും ആഡംബരമായിട്ട് നമുക്ക് ജീവിക്കാൻ ഒരു സാഹചര്യം ഞങ്ങളുടെ കുട്ടി ഉണ്ടാക്കി തന്നു. അതിൽ എല്ലാവർക്കും ഞങ്ങൾക്ക് വളരെ സന്തോഷവും നന്ദിയുണ്ട്.